എടാ അവിടെ ആരും കാണത്തില്ല. ഞാൻ കണ്ടതാ അപ്പച്ചി. ഇങ്ങോട്ട് വാ അച്ചൂട്ടി വാ. ഷടാ ഞാൻ കണ്ടതാണെന്നേ. ഇത് എവിടെ പോയി? വാ ഇങ്ങോട്ട് വാ അച്ചൂട്ടി. അകത്ത് നോക്ക്. ഇവിടൊന്നും ആരുമില്ല. നോക്ക്. ഷടാ എന്നാലും ഇത് എവിടെ പോയി? ഇവിടെ ഉണ്ടായിരുന്നായിരിക്കും. ഇവിടെ അങ്ങ് ആരുമില്ല. ഞാൻ കണ്ടതാണല്ലോ. മാഞ്ഞു പോയോ? അയ്യോ എവിടെയാ? ഞാൻ കണ്ടതാ ചൂട്ടി. ഇവിടെ എങ്ങും ആരുമില്ല. വെറുതെ. എന്തോ ഒരു ശബ്ദം കേട്ടല്ലോ. വാ. ഇതിനകത്താണോ? കാണുന്നില്ലല്ലോ. ഷടാ അശ്വതി നീ ഇങ്ങ് വാ. അവന് ഭ്രാന്ത. വാ വാ. അയ്യോ അച്ചുകുട്ടി, അപ്പച്ചി എന്നെ ഒറ്റക്കിട്ടച്ച് പോവല്ലേ അച്ചുകുട്ടി. ആരാ ആരാ? ഞാൻ അരവിന്ദ്. ജസ്റ്റ് അല്ല, എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. ബേഡ എവിടെ പോയിരുന്നു? അത് ഞാൻ ചൂടേ പുറത്ത് കാറ്റുണ്ടാവുമല്ലോ, അവിടെ ചെന്നപ്പോ അങ്കിളും എല്ലാരും പുറത്തുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങ് പോന്നു. അത് നന്നായി. ഓ, കറണ്ട് വരാൻ ഇനി സമയം എടുക്കുവോ? അറിയില്ലെന്നേ. ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് വിളിച്ചു നോക്കി, ഓരോരുത്തരെ ഫോൺ എടുക്കുന്നില്ലെന്നേ. എനിക്ക് പരിചയമുള്ള ഒരു ലൈൻമാൻ ഉണ്ട്, വിളിച്ചു നോക്കട്ടെ? ആണോ? വിളിക്ക് മേഡം, പെട്ടെന്നാവട്ടെ. വിളിക്കാം. മാഡം, മാഡം പറഞ്ഞതുപോലെ ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്. നിങ്ങള് എവിടെയുള്ളത്? വീട്ടിലാണോ? എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നേ. എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ പെട്ടെന്ന് കറണ്ട് പോയി. ഒന്ന് വന്ന് ചെക്ക് ചെയ്യാമോ? അതിനെന്താ മാഡം, ഇപ്പൊ തന്നെ വരാം. ഓക്കെ, താങ്ക്സ്. ലൈൻമാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞു. അതാ മേഡത്തിന്റെ പവർ. ഞാൻ എത്ര നേരമായി വിളിച്ചോണ്ടിരിക്കായിരുന്നു, ഒരാള് ഫോൺ എടുക്കുന്നില്ലായിരുന്നു. മേഡത്തിന്റെ ഒരേ ഒരു കോള്, അപ്പോഴേക്ക് ആളെത്താന്ന് പറഞ്ഞില്ലേ. മേഡം അടിപൊളിയാ. ഓ സൂപ്പർ. ബൈജു ചേട്ടനോ? അതെ സാറേ. ചേട്ടൻ എന്താ ഇവിടെ? ഇവിടെ കറണ്ട് പോയെന്ന് ശ്രേയ മാഡം വിളിച്ചു പറഞ്ഞു. എന്താ കംപ്ലൈന്റ് നോക്കാൻ വന്നതാ. അയ്യോ, ചേട്ടന്റെ കാര്യം ഞാൻ മറന്നുപോയി. ഞാനിപ്പോഴും ഇലക്ട്രിസിറ്റി ബോർഡിലെ ഓരോരുത്തരായിട്ട് വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അച്ഛാ, ചേട്ടൻ ഇവിടുത്തെ EB ഓഫീസിലെ ലൈൻമാനാ. ഓ നന്നായി, ബൈജു വന്നല്ലോ. മോനെ ആ മെയിൻ ബോർഡ് കാണിച്ചു കൊടുക്ക്. വാ ബൈജു ചേട്ടാ, വാ. ആ
ചാക്കോച്ചേട്ടാ ഞാനും വരാം. ആ വാ. ദാ അവിടെയാ ബൈജു ചേട്ടാ, മെയിൻ ബോർഡ് അവിടെയാ. സൂക്ഷിച്ചേ. ആ ഈ ഫ്യൂസ് കഴിഞ്ഞിട്ടുണ്ട് സാറേ. ആണോ? ഇതെങ്ങനെ സംഭവിച്ചു? ലോഡ് കൂടുമ്പോൾ ഫ്യൂസ് പോകും. ഞാൻ കിട്ടിവിടാം. ഓ ആ വന്നല്ലോ, വീണ്ടും പോയോ? അതെ സാറേ, വീട്ടിലെ ലൈനിൽ എന്തോ തകരാറുണ്ട്. അതാ ഫ്യൂസ് പോകുന്നത്. ഓരോ മുറിയും ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. ശരി, ഇവിടെ മൊത്തം ചെക്ക് ചെയ്തിട്ട് ഇനി എപ്പോ കറണ്ട് വരാനാ? ബൈജുചേട്ടൻ വാ. ആ എന്തായി മോനെ, കറണ്ട് വന്നിട്ട് അപ്പൊ തന്നെ പോയല്ലോ. ലൈനിൽ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന്, അത് ചെക്ക് ചെയ്യണം. അന്ന് നോക്ക്. ആ എന്താ ബൈജു, കറണ്ട് വന്നിട്ട് പെട്ടെന്ന് പോയല്ലോ? ഫ്യൂസ് പോയതായിരുന്നു മാഡം. കെട്ടി നോക്കി, പക്ഷെ വീണ്ടും പോയി. ഇനി ഇവിടുത്തെ ലൈനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഇമ്മീഡിയറ്റ് ആയിട്ട് എല്ലാ റൂമും ചെക്ക് ചെയ്യണം. കറണ്ട് ഇല്ലാതെ നരകത്തിലെന്ന പോലെ ഒരു ഫീല്. മേഡം വിഷമിക്കണ്ട, ഇയാള് ലൈൻ നോക്കി എളുപ്പം ശരിയാക്കുമല്ലോ. ആദ്യ രാത്രി തടസ്സപ്പെട്ടതിന്റെ ടെൻഷനിലാവും രണ്ടുപേരും. ബൈജുചേട്ടൻ വാ, അടുക്കളയിൽ ആദ്യം നോക്കാം.